പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ആരാധന ആരംഭിക്കാം. ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വെള്ളിയാഴ്ചയുടെ രാത്രിക്കായി നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ ഒരവസരം കൂടെ ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകിയിരിക്കാൻ സ്തോത്രം. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലും പരിമിതമായ സാഹചര്യങ്ങളിലും ആലയത്തിലും ഭവനങ്ങളിലും വ്യത്യസ്ത സ്ഥലങ്ങളിലുമായിരുന്നുകൊണ്ട് വിവിധ നിലകളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തിരുസന്നിധിയിൽ കഴിക്കുന്ന ആരാധന അവിടുന്ന് സ്വീകരിക്കുകയും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാകുന്ന പരിശുദ്ധാത്മാവ് ശക്തീകരിക്കണമേ. ആദ്യോടൊന്നും അവിടുത്തെ സാന്നിധ്യം പകരണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ എന്നുള്ള ഗാനത്തോടൊപ്പം ചേർന്ന് നമുക്ക് പാടാം.
നിൽക്കുമ്പോൾ തന്നെ നാലാമത്തെ സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുക. സങ്കീർത്തനം 4. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം കരുണയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ചിച്ച വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയും. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടന്നവൻ പാപം ചെയ്യാതിരിക്കും. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും. നീതിയാകുന്ന അർപ്പിക്കൽ യഹോവയിൽ ആശ്രയപ്പെടുത്തും. നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവയെ തന്റെ മുഖപ്രകാശം നിർത്തിക്കണമേ. ധാന്യം വീണ്ടും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യങ്ങളും ഇപ്പോൾ എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. എല്ലാം കുറിക്കാം. ഇന്നത്തേക്കുള്ള പാഠഭാഗം ഇപ്പോൾ മിഥുല വായിച്ചു കേൾക്കുകയും അതിനുശേഷം ചെല്ലം എന്ന മാതാവ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന നൽകുകയും ചെയ്യും. വായിക്കാനായി നൽകിയിരിക്കുന്ന വേദഭാഗം യോന 2-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കുന്നു. യോന 2-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കുന്നു. യോന മത്സ്യത്തിന്റെ വഴിയിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്നാൽ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അവൻ എനിക്ക് ഉത്തരം അരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്നും അയം വിളിച്ചു. നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. പ്രവാഹം എന്റെ മേലെ കടന്നുപോയി. പ്രവാഹം എന്നെ ചുറ്റി. നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എന്റെ മേലെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എന്നെ നീക്കമണിക്കുന്നു. എങ്കിലും ഞാൻ എന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണയോളം എന്നെ വളഞ്ഞു. ആഴി എന്നെ ചുറ്റി. കടൽക്കുള്ളിൽ എന്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. ഭൂമി തന്റെ ഓടാമതുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്നും കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. മിഥ്യാബന്ധങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാൻ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. നേർനിൽക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കടലിൽ ഛർദ്ദിച്ചു കളഞ്ഞു. ഈ തിരുവചന വേദഭാഗത്തിന് ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മത്തിന് ദൈവങ്ങളിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ വിധമായ ആവശ്യങ്ങളെ നമുക്ക് ദൈവത്തോട് അറിയിക്കാം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. വിധമായ ഭാരത്തോടും പ്രയാസത്തോടുമായിരിക്കുന്നവർ ഓർക്കാം. പീറ്റർ ശോഭാലയം എന്ന പിതാവിനെ ദൈവങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശോഭിപ്പിക്കുന്ന മാതാവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷണങ്ങൾ പ്രയാസങ്ങൾ അവതരിപ്പിച്ച് ദൈവം അത്ഭുതകരമായ ഒരു സൗഖ്യം നൽകുവാനായിട്ട് പ്രാർത്ഥിക്കാം. കന്നാരതീഷെന്ന പ്രിയകളെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും എല്ലാവരുടെയും സൗഖ്യത്തിനായി, ലോകത്തിൻ്റെ സൗഖ്യത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവിധമായ ആവശ്യങ്ങളിലായിരിക്കുന്നവരെ ഓർക്കാം. എല്ലാ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും ദൈവസ്ഥയിൽ നമുക്ക് സമർപ്പിക്കാം. പല കുടുംബങ്ങളിലും ഇല്ലാതെ പ്രയാസത്തിനും ഭാരത്തിനും കഴിയുന്നുണ്ട്. ഇതെല്ലാം മാറ്റി സന്തോഷമായി കഴിയുവാനും ഇവിടെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അംഗീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ രോഗങ്ങളാൽ
പല കുടുംബങ്ങളിലും കഴിയുന്നവരുടെ കർത്താവെ എല്ലാവർക്കും സത്യം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലും മനോഹരമായി കഴിയുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കൽപ്പിക്കുന്നവരാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ കാലത്തും പ്രയാസത്തിൽ മാറ്റി സന്തോഷവും സമാധാനത്തോടെ കഴിവാനും നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കൾ തങ്ങളുടെ മാർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിപാടിക്ക് വേണ്ടി ദാഹിച്ച് മുട്ടി വിളിക്കുന്നവരുടെ കർത്താവെ അവർക്കെല്ലാം സുഖമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എന്തൊക്കെ ആവശ്യമായിട്ട് ഓരോരുത്തരും കണ്ണുനീര് വാർക്കുന്ന അതിന് തക്കവണ്ണം ഇതെല്ലാം എൻ്റെ അപ്പനവരും കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പല സ്ഥലങ്ങളിലുമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് കർത്താവെ. പല ആവശ്യങ്ങളും പറഞ്ഞ് കരയുന്നവരുണ്ട് കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന മക്കൾ ഞങ്ങൾ കഴിക്കുന്നവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പല പ്രയാസങ്ങളായി കഴിയുന്നവരുണ്ടപ്പ എല്ലാവരെയും കാത്ത് സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് കുറേക്കാൻ ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കർത്താവേ ദുഷ്ടങ്ങളിൽ ദണ്ഡിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നുമേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ചയിൽ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ സഹായിച്ചതിന് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം കുടുംബവാരത്തിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച സ്ത്രീജന സഖ്യാംഗങ്ങളാണ് ആരാധനയ്ക്ക് നേതൃത്വം നൽകിയത്. ഞായറാഴ്ച നമുക്ക് കുടുംബവാര ഞായറായിട്ടും CSI ദിനമായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുതിയ മാസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. വരുന്ന ഞായറാഴ്ച പുതിയ മാസത്തിലെ ആദ്യത്തെ വിശുദ്ധ ദിവസമാണ്. പ്രാർത്ഥനയോടും നന്ദിയോടും സ്തോത്രത്തോടും കൂടെ കടന്നു വരുവാൻ നമുക്ക് പ്രത്യേകം ഒരുങ്ങാം. ദൈവത്താഴ ശുശ്രൂഷകളൊക്കെ ചില മാസങ്ങളായിട്ട് ഇല്ല. വരുന്ന മാസത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാകാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നവംബർ 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സഭാദിനം എപ്പോഴും വരുന്ന ആ കാലഘട്ടമാണ് നവംബർ 1. ഇത്തവണ നവംബർ 1 ഞായറാഴ്ചയാണ്. അതുകൊണ്ട് പ്രത്യേകം ഒരു പ്രാർത്ഥനയാക്കി നമുക്ക് ആ നവംബർ 1-ാം തീയതിയെ കാണാം. ഇപ്പോൾ കോവിഡ് വ്യാപനം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ നമ്പർ നമ്മൾ പറഞ്ഞാണ് 9220 നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ 4-5 ജില്ലയിൽ 1000-ലധികമായിരിക്കുന്നു. എല്ലാവരും വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നാളെ മുതൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ആരോഗ്യ മേഖലയിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം വന്നിട്ടുണ്ട്. അതിലെല്ലാം നമ്മുടെ ഭാഗം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എങ്കിലും നമുക്കറിയാം ഇളവ് നൽകിയിട്ടുള്ള കാര്യങ്ങൾ, വിവാഹം, മരണം, ചടങ്ങുകൾ, പിന്നെ ആരാധന എന്നുള്ളത് സാധാരണ നിരോധനാജ്ഞയിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സാധാരണ നിലയിൽ. അതുകൊണ്ട് തന്നെ ആരാധനയ്ക്ക് തടസ്സമൊന്നുമില്ല. പതിവ് പോലെ ഞായറാഴ്ച 8 മുതൽ 9:30 വരെ പ്രത്യേക ആരാധന നമുക്ക് ഉണ്ടായിരിക്കും. ഒറ്റ ആരാധനയായിട്ട് എല്ലാവർക്കും അതിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കും എന്നുള്ള വിവരവും ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ പങ്കെടുക്കാനായിട്ട് അറിയിക്കുന്നു. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു എന്നുള്ള ഗാനം നമുക്ക് ഒരു കാര്യം കൂടെ. നമ്മുടെ ഇടവകയുടെ മുൻ ശുശ്രൂഷകരായിരുന്ന റവറൻഡ് ഗബ്രിയേൽ അച്ഛൻ ഇന്ന് അതിരാവിലെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. നമുക്കൊരു 1 വർഷം മുമ്പ് അദ്ദേഹം നമ്മുടെ ഇടവക സന്ദർശിക്കുകയും അതിന് ശുശ്രൂഷ നിർവഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തെയും ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്ന് രാവിലെ ഞാൻ സഭാ സെക്രട്ടറി അവിടെ പോവുകയും പ്രിയ കൊച്ചമ്മയും മക്കളെയും കുടുംബാംഗങ്ങളെയും കണ്ടു. നമ്മുടെ പ്രാർത്ഥനയും സാന്നിധ്യവും അറിയിക്കുകയുണ്ടായി. കുടുംബാംഗങ്ങളെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം.
അതിനേക്കാൾ മറ്റൊരു ദുഃഖം കൂടെ ഉള്ളത്, അദ്ദേഹത്തിൻ്റെ ഈ ക്ഷീണാവസ്ഥയും രോഗമൊക്കെ കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിൻ്റെ സഹോദരി ഒന്ന് രണ്ട് വിഷമിച്ചിട്ടൊക്കെ പോയി. ഇന്ന് രാവിലെ അദ്ദേഹം മരിച്ചതറിഞ്ഞുകൊണ്ട് സഹോദരി വളരെ കരഞ്ഞ് ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവരും ആശുപത്രിയിൽ വെച്ച് മരിച്ചു, അച്ഛൻ്റെ ചേച്ചി. അങ്ങനെ ആ കുടുംബത്തിൽ 2 മരണമാണ് ഇന്ന് സംഭവിച്ചത്. അപ്പോൾ ആ കുടുംബങ്ങളെല്ലാം നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം തൻ്റെ സമാധാനത്തിന് ആശ്വാസത്താൽ നൽകട്ടെ. അതുപോലെ രാജൻ ലൂയിസ് എന്ന സഹോദരൻ വളരെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടുമായിരുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ മുറിവും മറ്റ് ശാരീരിക പ്രയാസങ്ങളോടൊപ്പം കോവിഡ് കൂടെ വന്നപ്പോൾ അദ്ദേഹത്തിന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. കോവിഡ് രോഗിയായിട്ടാണ് മരിക്കേണ്ടി വന്നത്. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കോവിഡ് പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ചാണ് മറ്റ് ശുശ്രൂഷകളെല്ലാം നടത്തപ്പെട്ടത്. ആ കുടുംബത്തെയും അദ്ദേഹത്തെയും നമുക്ക് പ്രത്യേകം നന്ദിയോടുകൂടെ ഓർക്കാം. പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവിക സമാധാനം എല്ലാവരും അനുഭവിക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാവർക്കും എഴുന്നേറ്റ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു എന്നുള്ള കാര്യം കാണിച്ചിട്ടുണ്ട്. സ്തോത്രനായിട്ട് Thank you.
പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, ഇവിടുത്തെ വചനം ധ്യാനിക്കുന്ന ഈ സമയത്ത് ഞങ്ങളോട് സംസാരിക്കണമേ. വചനസത്യത്തിൽ ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചയും സ്വീകരിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അധികം നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതിൻ്റെ വാക്കുകളും അവിടുത്തെ ജനത്തിൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ഞങ്ങൾക്കൊരുപോലെ പ്രസാദകരമാകുവാൻ സഹായിക്കണമേ. ദൈവത്തിനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ചത്തെ ചിന്തയ്ക്കായി യോനയുടെ പുസ്തകമാണ് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളിലായി നാം വേദപുസ്തകത്തെക്കുറിച്ചും ബൈബിളിലെ പ്രവാചകന്മാരെക്കുറിച്ചും ചെറിയ പ്രവാചകന്മാരെക്കുറിച്ചുമാണ് ധ്യാനിച്ചു വരുന്നത്. ഇന്ന് ചെറിയ പ്രവാചകന്മാരിൽ 5ാമത്തെ പ്രവാചകനായ യോന പ്രവാചകനെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. യോന പ്രവാചകന്റെ അല്ലെങ്കിൽ ചെറിയ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൻ്റെ നമ്മൾ നോക്കുമ്പോൾ യോന പ്രവാചകന്മാരിൽ ആദ്യത്തെ ഒരു പ്രവാചകനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ 32ാമത്തെ പുസ്തകമാണ് യോനയുടെ പുസ്തകം എന്ന് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. യോന എന്ന പേരിൻ്റെ അർത്ഥം പ്രാവ് എന്നാണ്. പ്രാവ് എന്ന പേരുകൊണ്ട് തന്നെ അർത്ഥമാക്കുമ്പോൾ നമുക്കറിയാം വിശുദ്ധിയെയും സമാധാനത്തെയും കുറിക്കുന്ന ഒരു അനുഭവമാണ് പ്രാവ്. യോന വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെ കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ദൈവികമായ ദൗത്യം നിർവഹിക്കാനായിട്ട് ഒരു ഘട്ടത്തിൽ പിന്മാറിയെങ്കിലും പിന്നത്തേതിൽ അത് ഏറ്റെടുത്തു. എങ്കിലും തൻ്റെ ജീവിതത്തിൽ തൻ്റെ മനസ്സിലുണ്ടായ ആകുലതകളും പെറുപെറുപ്പുകളും എല്ലാം യോന ഒടുവിൽ മാറ്റുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. യോനയുടെ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ യോനയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നത് അമിത്ഥായിയുടെ മകനായ യോന എന്നാണ്. പഴയ നിയമത്തിൽ 874-ാമത്തെ അമിത്ഥായിയുടെ മകനായ യോനയെ കുറിച്ച് പഴയ നിയമത്തിൽ മറ്റൊരു വിവരണം കൂടെയുണ്ട്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 14-ാം അധ്യായം 25-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ യോനയുടെ സ്ഥലം എവിടെയാണ് എന്നും യോന സബുലൻ ഗോത്രം ആണ് എന്നും യോനയെ കുറിച്ചുള്ള യോന പ്രവാചകനെ കുറിച്ചുള്ള ചെറിയൊരു ഒരു അടയാളം, ഒരു മുൻകുറി നമുക്ക് ആ ഭാഗത്തൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. യോന പ്രവാചക പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത, എല്ലാ പ്രവാചക പുസ്തകങ്ങളിലും ധാരാളം പ്രവചനങ്ങൾ അടങ്ങിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, യഹോവയുടെ വായിലും അരുളി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായി വ്യക്തമായി ധാരാളം ദർശനങ്ങളും അരുളപ്പാടുകളും അരുളി ചെയ്യുമ്പോൾ യോന പ്രവാചക പുസ്തകത്തിന്റെ പ്രത്യേകത ഒരേ ഒരു അരുളപ്പാടാണ്, ഒരേ ഒരു പ്രവചന മൊഴിയാണ് യോനയുടെ പുസ്തകത്തിൽ ഉള്ളത് എന്നതാണ്. അത് 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും. ഇതാണ് യോനയുടെ പ്രവചനം. യോന മനഃശാന്തരത്തിന് വേണ്ടി, ഒരു തിരിച്ചുവരവിന് വേണ്ടി ദൈവത്തിന്റെ സന്ദേശത്തെ അവിടെ പ്രഖ്യാപിക്കുന്നതായി കാണാം. ഒരേ ഒരു പ്രവചന മൊഴിയാണ് ഈ യോനയുടെ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി 40 ദിവസം കഴിയുമ്പോൾ നിനവെ ഉന്മൂലമാകും എന്നുള്ള സന്ദേശമാണ് യോന നിനവെ നഗരത്തിന് നൽകുന്നത് എന്ന് കാണാം. നമ്മൾ അതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് 787-നും 747-നും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് യോനയുടെ ജീവിത കാലഘട്ടമെന്നും പ്രവചന കാലഘട്ടമെന്നും ഒക്കെ പല ചരിത്ര സംഭവങ്ങളും നിനവയ്ക്കുണ്ടായ മനഃശാന്തരവും നിനവയിലുണ്ടായിരുന്ന ജീവിതങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും തീരുമാനിക്കുവാനൊക്കെ സാധിക്കുന്നു. പുതിയ നിയമത്തിൽ യേശു തന്നെ യോനയെ കുറിച്ചുള്ള പരാമർശം നടത്തിയത് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 39-40 വാക്യങ്ങളിൽ യോന മഹാമത്സ്യത്തിന്റെ വയറ്റിൽ ആയിരുന്നതുപോലെ മനുഷ്യപുത്രനും ആയിരിക്കും. 3 ദിവസം കിടന്നതുപോലെ യേശുവും പാതാളത്തിൽ മരിച്ചവനായി കിടക്കേണ്ടി വന്നു ഉയർത്തെഴുന്നേറ്റ സംഭവം നമുക്കറിയാം. അത് യോനയുടെ സംഭവമായിട്ടാണ് യേശു കർത്താവ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. യോനയുടെ പ്രവചന പുസ്തകത്തിന്റെ മുഖ്യ സന്ദേശം സാർവത്രികമായ രക്ഷയാണ്. സാർവത്രിക രക്ഷ നമ്മൾ വീണ്ടും ധ്യാനിക്കും. കാരണം ആരെയും ഒഴിവാക്കുന്നില്ല. ഇന്ന വ്യക്തികൾക്ക്, ഇന്ന വിഭാഗത്തിന്, യഹൂദന്മാർക്ക്, ഇന്ന ദേശത്തിന്, ഇന്ന ഗോത്രങ്ങൾക്ക് എന്നൊന്നല്ല. സാർവത്രികമായ രക്ഷ.
ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആർക്കും രക്ഷ നേടാം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ യോനായുടെ പുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സാർവത്രികമായ രക്ഷയാണ് മുഖ്യ സന്ദേശം. യോനായുടെ പുസ്തകത്തിന്റെ മുഖ്യ കേന്ദ്രം യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവവും യോനയും തമ്മിലുള്ള സംഭാഷണം, യോന നിനവേ നിവാസികളോടുള്ള യോനയുടെ പിൻവാങ്ങലുകൾ, യോനയുടെ ദൗത്യ നിറവേറ്റൽ, ഇതെല്ലാം നിറയുന്നതാണ്. എങ്കിലും അതിന്റെ കേന്ദ്രം എന്നുള്ളത് യഹോവയായ ദൈവമായിരുന്നു എന്ന് കാണാം. 44 വാക്യങ്ങളിലായി 39 തവണയാണ് ദൈവത്തെക്കുറിച്ചുള്ള പരാമർശം യോനായുടെ പുസ്തകത്തിൽ ഉണ്ട് എന്ന് കാണാം. അതിൽ തന്നെ യഹോവ എന്ന പദം 25 പ്രാവശ്യം യോനായുടെ പുസ്തകത്തിലുണ്ട്. ദൈവം എന്ന പദം 13 പ്രാവശ്യമുണ്ട്. ദൈവമായ കർത്താവ് എന്നുള്ള പദം എന്ന രീതിയിൽ ദൈവത്തെ ഒരു പ്രാവശ്യം അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ യഹോവയായ ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം തന്നെയാണ്, അല്ലെങ്കിൽ ആ പ്രാധാന്യം തന്നെയാണ് യോനായുടെ പ്രവചന പുസ്തകത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ യോനായുടെ പുസ്തകം എന്നുള്ളത് ദൈവത്തിന്റെ, യഹോവയായ ദൈവത്തിന്റെ അനുതാപത്തെയും യഹോവയായ ദൈവം നൽകുന്ന സാർവത്രികമായ രക്ഷയെയും വിളിച്ചറിയിക്കുന്ന ഒരു പ്രവചന പുസ്തകം തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. നിനവേ എന്ന മഹാനഗരമാണ് ഈ സംഭവങ്ങൾക്കെല്ലാം ആധാരമായ സ്ഥലം എന്നുള്ളത്. നിനവേ എന്ന മഹാനഗരത്തെ കുറിച്ച് പഠിക്കുന്നത് ബാബേൽ പ്രവാസത്തിന്റെ ശേഷമാണ്. അസീറിയ സാമ്രാജ്യം, അശൂർ എന്നാണ്, അശൂർ രാജാവ്. അശൂർ സാമ്രാജ്യത്തിന്റെ പിന്നത്തേതിലുള്ള ഒടുവിലത്തെ തലസ്ഥാനമായിരുന്നു നിനവേ, മഹാനഗരമായ നിനവേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രവാചക പുസ്തകത്തിലുണ്ട്. അപ്പൊ നിനവേ ഒരു ഉല്ലസിത നഗരമായി മാറിയിരുന്നു. ആർഭാടത്തിന്റെയും സമൃദ്ധിയുടെയും എല്ലാവിധ സംവിധാനങ്ങളുടെയും ഒരു തലസ്ഥാന നഗരിയായി അശൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി നിനവേ മാറിയിരുന്നു. ആ നിനവേയിലെ 3 ദിവസത്തെ ദിവസം നടക്കാൻ ദൂരമുള്ള ഒരു നഗരം കൂടിയായിരുന്നു നിനവേ നഗരം. നിനവേ ഒരു ക്യാപിറ്റൽ സിറ്റിയായി, അശൂർ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയായി പ്രവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ നിനവേ നിവാസികളെ വിളിച്ചറിയിച്ചുകൊണ്ട് അവരുടെ ഒരു പുതിയ കാഴ്ചപ്പാട് നൽകാനായി ദൈവം യോനായെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 4 ചിന്തകളാണ് പ്രധാനമായും ഈ 4 അധ്യായങ്ങളിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്ന്, പ്രതിഷേധിക്കുന്ന പ്രവാചകനായ യോന. പ്രതിഷേധിക്കുന്ന പ്രവാചകനായ യോന. 1-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം, യോനായ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടാകുകയാണ്. നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ദൈവം ആദ്യം ഈ യോനയോട് പറയുന്നതാണ്, നീ ചെന്ന് എങ്ങനെ പ്രസംഗിക്കണമെന്നാണ്. സുഖിപ്പിച്ചു വരാനല്ല പറഞ്ഞ, വിരോധമായി പ്രസംഗിക്കുക എന്നാണ്. സ്വല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. യഹോവയായ ദൈവം അരുളി ചെയ്തത്, നീ നിനവേ പട്ടണത്തിൽ നിന്ന് നിനവേ നഗരത്തിന് വിരോധമായി പ്രസംഗിക്കുക എന്നതാണ്. നമുക്കറിയാം, അങ്ങനെ ഒരിടത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ രീതിയിൽ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സ്ഥിതി അല്ല സാധാരണ ഉണ്ടാകാറുള്ളത്. കാരണം അന്ന് അശൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ്, എല്ലാവിധമായ സംവിധാനങ്ങളുള്ള ഒരു നഗരമാണ്. ആ നിനവേ പട്ടണത്തിന് വിരോധമായി പ്രസംഗിക്കാൻ പറയുന്നു. ഇനി നിനവയുടെ പാപം എന്ന് ദൈവം തന്നെ വിളിച്ചു പറയുന്ന ഒന്നാണ് അവരുടെ ദുഷ്ടത എന്നാണ് പറയുന്നത്. അവരുടെ ദുഷ്ടതയാണ് അവരുടെ പാപം. ദുഷ്ടത കൊണ്ട് നിറഞ്ഞ ഒരു നഗരം. അപ്പൊ ദുഷ്ടതകൾ നിറയുമ്പോൾ, ദുഷ്ടതകൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ദുഷ്ടതകൾ വർദ്ധിക്കുമ്പോൾ, ദുഷ്ടത പെരുകുമ്പോൾ അവിടെ ദൈവമുണ്ട്. അതൊരു രാജ്യത്തിലായാലും ശരി തന്നെ, ഒരു നഗരത്തിലായാലും ശരി തന്നെ, ഒരു സമൂഹത്തിലായാലും, ഒരു കുടുംബത്തിലായാലും, ഒരു വ്യക്തിയിലായാലും അവിടെ ദൈവം ഇടപെടുന്നു. ചില പ്രതിസന്ധികൾ കാണുമ്പോൾ, ചില ആത്മഹത്യകൾ കേൾക്കുമ്പോൾ, ചില സംഭവവികാസങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് അവിടെ വന്നു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. പലപ്പോഴും ദുഷ്ടത വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. അവിടെ യോനായോട് ദൈവം പറയുന്നത്, നീ നിനവേ പട്ടണത്തിലേക്ക് പോകണം. ഇവിടെ യോപ്പ എന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം യാഫാവിലേക്ക് ചെന്നിട്ട് ഈ യോന എന്ത് ചെയ്യാണ്, തർശീസിലേക്ക് ഓടിപ്പോകാനായിട്ട് കപ്പൽ കയറുകയാണ്. അപ്പൊ നിനവേക്ക് എതിരെയുള്ള സ്ഥലമാണ് തർശീസ്. അപ്പോൾ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ യോന എന്ത് ചെയ്യാണ്, അങ്ങോട്ട് പോകുന്ന യോനയാണ് നമ്മൾ കാണുന്നത്.
നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കാൻ വന്നപ്പോൾ നിനവയെ വിട്ടിട്ട്, ദൈവത്തെ വിട്ടിട്ട്, എല്ലാം വിട്ടിട്ട് അതിനെതിരെയുള്ള തലകുത്തനെയുള്ള ഇങ്ങോട്ട് വാ നമ്മൾ പറയാം, ഇങ്ങോട്ട് വാന്ന് വിളിച്ച് അങ്ങോട്ട് പോകും. അതേപോലെ ഒരു രീതിയാണ് ഈ യോന ചെയ്യുന്നത്. കപ്പൽ കയറി തർശീശിലേക്ക് പോവുകയാണ്. തർശീശിലേക്കുള്ള ഈ യാത്രാ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനം യോനയെ തേടി വരികയാണ്. ദൈവം സന്ദർശിക്കുകയാണ് യോന. നമുക്കറിയാം, സംഭവങ്ങളെല്ലാം നമ്മൾ വിലോട്ട് കേട്ടിട്ടുള്ളതാണ്. അവിടെ കാറും കോളും തിരമാലകളും ഏറുന്നു, കപ്പൽ മുങ്ങുന്ന സ്ഥിതി എത്തുന്നു. കപ്പലിലെ ആളുകളും കപ്പിത്താൻ എല്ലാം കൂടെ കിടന്ന് നിലവിളിക്കുന്നു, ബഹളം വയ്ക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഭക്ഷണ സാധനങ്ങളുണ്ട്, സാമഗ്രികളുണ്ട്. എടുത്ത് കടലിൽ കളയാൻ പറ്റുന്ന എല്ലാം കടലിൽ കളഞ്ഞ് ഒരു രക്ഷയില്ല. ഭയങ്കരമായ പ്രശ്നമാണ്. കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ തപ്പി ഓരോന്നെല്ലാം വെളിയിലെടുത്ത് കളഞ്ഞും എല്ലാം ചെയ്തു വരുമ്പോൾ ഒരു കക്ഷി എന്തിരിക്കുകയാണ്, കപ്പലിന്റെ അടുത്തടുത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അവനെ തട്ടി വിളിച്ചാണോ തട്ടിയടിപ്പിച്ചാണോ എന്നുള്ളത് ചോദ്യമാണ്. എന്തായാലും അവനെ ഉണർത്തിയിട്ട് ചോദിച്ചു, നീ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലേ? ഇവിടെ ഇതാ ഞങ്ങൾ മരിക്കാനായിട്ട് പോവുകയാണ്, ഇതാ കപ്പലിൽ വരാൻ പോവുകയാണ്, ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ട് നീ മനസ്സിലാക്കുന്നില്ലേ? നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്, ഒരു പരിഹാരം ഉണ്ടാകാം. ഞങ്ങളെല്ലാം ഞങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. അപ്പൊ അവിടെ കൂടിയിരുന്ന കപ്പലിലുണ്ടായിരുന്ന ആളുകൾ അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഇതിൽ നിന്നൊരു വിടുതൽ വേണമെന്ന്. യോനയോട് പറഞ്ഞു, നീ നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചോ, കപ്പൽ മുങ്ങാൻ പോവുകയാണ്, പ്രശ്നമാണ്. യോന എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയിട്ട് യോനയ്ക്ക് കാര്യം പിടികിട്ടി. യോന എന്ത് പറഞ്ഞു? യോന അവരോട് പറഞ്ഞു, ഈ പ്രശ്നങ്ങളെല്ലാം തീരാൻ, ഈ കാറും കോളും തിരമാലയും മാറുവാൻ, ഈ കപ്പൽ ശാന്തമായിട്ട് പോകാൻ നിങ്ങൾ എത്ര സാമഗ്രികൾ എടുത്ത് കളഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്തിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്താൽ മതി, എന്നെ എടുത്ത് കളഞ്ഞാൽ മതി. ഞാനാണ് ഇതിന് കാരണം. അതിന് കാരണമായി ഈ യോന പറയുന്നുണ്ട്, ഞാൻ ഒരു എബ്രായൻ, 9ാമത്തെ വാക്യം, ഞാൻ ഒരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട്, നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ യോന കാരണമാണ് ഈ കപ്പൽ ഛേദത്തിൽ അല്ലെങ്കിൽ കപ്പൽ അപകടത്തിൽപ്പെടാനും ഈ കടലിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തിരിച്ചറിയുന്ന യോനയും, അതാണ് യോനയ്ക്ക് ദൈവത്തിലുള്ള ഒരു ഭയങ്കരമായ വിശ്വാസം. നമ്മൾ മനസ്സിലാക്കണം. യോന കുറ്റപ്പെടുത്താൻ 4ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ യോന ദൈവത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്, വെറുതെടുക്കുന്നുണ്ട്. അവിടെ യോനയെ ദൈവം കരുതുകയും സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ എല്ലാവരും സംഭ്രമിച്ച് പേടിച്ച് കപ്പൽ തകരുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ യോന വളരെ സിമ്പിളായിട്ട് എഴുതുന്നെന്ന് പറയുകയാണ്, ഇതിന്റെയൊക്കെ കാരണം ഞാനാണ്, എന്നെ എടുത്ത് കളഞ്ഞാൽ ശരിയാണ്. ഞാൻ ആരാണ്? ഞാനൊരു എബ്രായനാണ്. കരയും കടലും നിർമ്മിച്ച സ്വർഗീയ ദൈവമായ യഹോവയാണ് ഞാൻ ആരാധിക്കുന്നത്. അവരവരുടെ ദൈവത്തെ ആരാധിക്കാൻ പറയുമ്പോൾ യോന അവിടെ തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. തന്റെ വിശ്വാസത്തെ ആ കപ്പൽ യാത്രക്കാരുടെ ഇടയിൽ ശക്തമായി പ്രഖ്യാപിക്കുവാൻ യോനയ്ക്ക് സാധിച്ചു. കരയും കടലും നിർമ്മിച്ച യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഞാൻ, ഇതിനൊരു പരിഹാരമുണ്ട്. പ്രതിപദിയും യോന തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് 16ാമത്തെ വാക്യം, അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു, യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകൾ നേർന്നു. ഈ കപ്പലിലുണ്ടായിരുന്ന ഒരുപാട് ദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവസാനം എല്ലാവരും കൂടെ ഒരു ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തീരുമാനിച്ചു. അത് യഹോവയായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ അവർ തയ്യാറായി. യോനയുടെ സന്ദേശം, യോനയുടെ സുവിശേഷം, യോനയുടെ ജീവിതം, വാക്കുകൾ, അതെല്ലാം ആ കപ്പലിന് മുഴുവൻ, അവിടുത്തെ ജനത്തിന് മുഴുവൻ മാനസാന്തരം ഉണ്ടാകുന്നതിന് ഇടയായി. അവരെല്ലാവരും യഹോവയെ ഭയപ്പെട്ടു എന്നാണ്. ദൈവത്തെ ആരാധിച്ചത് ഭയപ്പെട്ടു മാത്രമല്ല, അവിടെ യാഗം കഴിച്ച് നേർച്ചകൾ നേർന്നു. ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവസന്നിധിയിൽ നേർച്ചകൾ നേർന്നു. യോനെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അതനുസരിച്ച് ഒരു എടുത്ത് കടലിലേക്ക് ഇടുമ്പോൾ നേരെ നിന്ന് വീഴുന്നത്, നമ്മൾ ചിത്രങ്ങളിലേക്ക് കണ്ടപ്പോൾ നേരെ നിന്ന് വീഴുന്നത് മഹാമത്സ്യത്തിന്റെ വായിലേക്കാണ്. ആ വയറിലേക്ക് പോവുകയാണ്. 3 രാവും പകലും യോന ആ മഹാമത്സ്യത്തിന്റെ അകത്ത് കിടക്കുകയാണ്. 2ാമത്തെ അധ്യായം 2ാമത്തെ ഭാഗം പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനെയാണ് കാണുന്നത്. പ്രതിഷേധിക്കുന്ന പ്രവാചകൻ ഇപ്പോൾ കിടക്കുന്നത് മഹാമത്സ്യത്തിന്റെ വയറിനകത്താണ്. ആ മഹാമത്സ്യത്തിന്റെ വയറിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ നമ്മൾ കാണുകയാണ്. ഈ മത്സ്യങ്ങളെ കുറിച്ചും നമുക്കറിയാം, നീലത്തുനിങ്ങളുണ്ട്, മഹാമത്സ്യങ്ങളുണ്ട്, വിദ്യാർത്ഥി, ഇങ്ങനെയുള്ള ജീവികളെ കുറിച്ചൊക്കെ വേറെ ദിവസത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ മഹാമത്സ്യത്തിന്റെ വയറിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ. 2ാം അധ്യായം. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു,
ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. അപ്പോൾ എന്റെ നിലവിളി, എന്റെ പ്രാർത്ഥനയും എന്റെ അപേക്ഷകളും കേട്ട് എന്നെ വിടുവിക്കുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമാണ് എന്നോട് കൂടെ ഉള്ളത് എന്നുള്ള ബോധ്യം ഈ യോനയ്ക്ക് ഉണ്ടായിരുന്നു. യോനയുടെ ദൈവം എന്താണ് പറഞ്ഞത്? നീ പോകുക, നീ പ്രസംഗിക്കുക. നീ പോകുക, നീ പ്രസംഗിക്കുക. ഈ രണ്ടാജ്ഞയാണ് ദൈവം കൊടുത്തത്. നീ നിനവേൽ പോയി അവർക്ക് വിരോധമായി പ്രസംഗിക്കുക, പോകുക, പ്രസംഗിക്കുക എന്നുള്ള സന്ദേശം കേട്ടിട്ട് ആ ദൗത്യം ഏറ്റെടുക്കാതെ വേറെ ഞാനും പോയിട്ട് ഈ തന്റെ ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ച യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്നു, പശ്ചാത്തപിക്കുന്നു, കുറവുകളെ ഏറ്റുപറയുന്നു, പാപക്ഷമ പ്രാപിക്കുന്നു. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ് 4-ാമത്തെ വാക്യം പറയുന്നത്. 6-ാം വാക്യം ദൈവമായ യഹോവയെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു, ആ ഒരു വിശ്വാസം. 7-ാം വാക്യം പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു, ഞാനോ സ്തോത്രനാദത്തോടുകൂടെ നിനക്ക് യാഗം കഴിക്കും. പിന്നെ ഒരു സ്തോത്ര പ്രാർത്ഥനയാക്കി, ഞാൻ സ്തോത്രനാദത്തോട് നിനക്ക് യാഗം അർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും, രക്ഷ യഹോവയുടെ പക്കൽ വരുന്നു എന്ന് പറഞ്ഞ പ്രാർത്ഥന ഘോഷിക്കുകയാണ്. അപ്പൊ അത്രത്തോളം ദൈവത്തിലുള്ള ഉറപ്പുള്ള വിശ്വാസം, ദൈവസന്നിധിയിൽ തന്റെ കുറവിനെ ഏറ്റുപറയുന്നു, താൻ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയതിനോട് അനുഭവിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കും, ദൈവത്തിന് നേർച്ച കഴിക്കും എന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനം ഈ പ്രാർത്ഥനയിലൂടെ യോന നടത്തുകയാണ്. അനുസരിക്കാൻ തയ്യാറാകുന്ന യോനയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അനുസരിക്കാൻ തയ്യാറാകുന്ന യോന. ആ യോനയെ മഹാമത്സ്യം നമുക്കറിയാം കരയിൽ ഛർദ്ദിച്ചു വരികയാണ്. അടുത്ത് വീണ്ടും യോനയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായാണ്. ഇവിടെ പ്രസംഗിക്കുന്ന പ്രവാചകനായ യോനയെ നമുക്ക് കാണാം. ആദ്യം പ്രതിഷേധിക്കുന്ന പ്രവാചകനെ കണ്ടു, 2 പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ കണ്ട്, അടുത്ത് 3 പ്രസംഗിക്കുന്ന പ്രവാചകനാണ്. ആദ്യം വിളിച്ചതാണ്, നീ നിനവേക്ക് വിരോധമായി ചെന്ന് പ്രസംഗിക്കാനാണ് വിളിച്ചത്. യോനയുടെ ദൗത്യം അതായിരുന്നു. ആ ദൗത്യത്തിലേക്ക് യോന തിരിച്ചു വരികയാണ്. അനുസരിക്കാൻ തയ്യാറായി, ദൈവത്തിന് വിധേയപ്പെടാൻ തയ്യാറായി. യോനയ്ക്ക് വീണ്ടും അരുളപ്പാടുണ്ടാകുകയാണ്. യഹോവയുടെ അരുളപ്പാട് എന്താണ്? നീ പുറപ്പെട്ട മഹാനഗരമായ നിനവേലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. നിനക്ക് തോന്നുന്നതല്ല പ്രസംഗിക്കേണ്ടത്, യഹോവയായ ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം നീ അവിടെ പറയണം എന്നാണ്. ഞാൻ അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവേൽ ചെന്നു. നിനവ അവിടെ പറയുന്നുണ്ട് 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമാണ് ഈ നിനവ. യോന അവിടെ ചെന്നിട്ട് 1 ദിവസത്തെ വഴി നടന്നു. 1 ദിവസത്തെ വഴി നടന്നിട്ട് താൻ പ്രസംഗിക്കാൻ തുടങ്ങി. 3 ദിവസത്തെ വഴിയുള്ള സ്ഥലമാണ്. 1 ദിവസം യാത്ര ചെയ്തതുകൊണ്ട് പട്ടണത്തിനകത്ത് കയറി അവിടെ ചെന്ന് ജനത്തോട് വിളിച്ചു പറയുകയാണ്. എന്താണ്? ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞതാണ്. ഭയങ്കരമായ ഉച്ചത്തിൽ ഘോഷിച്ച് ധൈര്യത്തോടുകൂടെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ജനമേ, നിങ്ങളെല്ലാവരും നിനവെ നിവാസികളെ, നിങ്ങൾ അതിമഹത്തായ നഗരമെന്നും തലസ്ഥാന നഗരമെന്നും ഉല്ലസിത നഗരമെന്നും ഒക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. ഇനി 40 ദിവസം കഴിയുമ്പോൾ ദൈവം ഈ നഗരത്തെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. കാരണം നിങ്ങളുടെ ദുഷ്ടതയാണ് അതിന് കാരണം. വിളിച്ചു പറയുകയാണ് യോന, നിങ്ങളുടെ ദുഷ്ടതകളെ മാറ്റണം. സ്വാഭാവികമായിട്ടും സന്തോഷമായിട്ടും ഉല്ലാസമായിട്ടും ആർഭാടായിട്ടും ജീവിക്കുന്ന ജനത്തോട് പറയുകയാണ്, 40 ദിവസം കഴിയുമ്പോൾ ദൈവം ഈ നഗരത്തെ നശിപ്പിക്കുമെന്ന്. പക്ഷേ അവിടെ ആക്രമണത്തിന് വിധേയനാകേണ്ടവനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടുകളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ യോന ആദ്യം അവിടെ നിന്ന് ആക്രമണം നേരിടുകയാണ്. പക്ഷേ ഇത് കേട്ട ജനം അവര് മാനസാന്തരപ്പെടാൻ തയ്യാറായി എന്നുള്ളത്. പ്രസംഗത്തെ കേട്ട് ഒരു വലിയ ഉണർവുണ്ടാവുകയാണ്, ഒരു വലിയ കലഹം ഉണ്ടാകേണ്ടതിന് പകരം നമ്മൾ ഡൽഹിയിലായാലും ഗുജറാത്തിലായാലും യുപിയിലായാലും ഉത്തർപ്രദേശിലേക്ക് നമ്മൾ കാണുന്നത് ഒരുപാട് ആക്രമണങ്ങളാണ്, കലഹങ്ങളാണ്, കലാപങ്ങളാണ് നമ്മൾ പലപ്പോഴും പലയിടത്തും കാണുന്നത്. ഇവിടെ കലാപങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഒരു വലിയ ഉണർവ് ആ നാട്ടിൽ ഉണ്ടാകുകയാണ്. നമ്മൾ 5-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. അവരതാണ് ദൈവത്തിൽ വിശ്വസിച്ചു എന്ന്. യോനയെ കല്ലെടുക്കുകയെല്ലാം അവർ ചെയ്ത് തങ്ങളുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് യഹോവയിൽ വിശ്വസിച്ചിട്ട് ഒരു പരസ്യം ചെയ്തു. എന്താണ്? എല്ലാവരും, അത് രാജാവ് തുടങ്ങി ജനങ്ങൾ, കുഞ്ഞുങ്ങൾ, യുവതിവാക്കൾ, മാതാപിതാക്കൾ, വാർദ്ധക്യത്തിലുള്ളവരും,
മൃഗജാലങ്ങൾ, മൃഗങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം? മൃഗങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും ഉപവാസം ചെയ്യണം, അനുദപിക്കാൻ തയ്യാറാകണം. രാജവസ്ത്രം നീക്കി വെച്ച് രാജാവും വെണ്ണീരിൽ കിടന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ അവർ തയ്യാറായി എന്നുള്ളത് പ്രധാനമാണ്. ഈ 40 ദിവസം എന്നുള്ളത് ദിവസത്തിലുള്ള പ്രധാന സംഭവമാണ്. 40 ഞാൻ ആവർത്തിക്കുന്നതിനെ ഉദാഹരണം പറഞ്ഞാൽ 40 രാവും 40 പേരും മഴ പെയ്തത് സംഭവം അറിയാം. ഇനി 40 ദിവസം യേശു ഉപവസിച്ചത് അറിയാം. യേശുവിന്റെ പ്രാർത്ഥന, യേശു മോശയുടെ കാലഘട്ടം 40 120 40 കൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഈ രാജാവ് തുടങ്ങി ജീവജാലങ്ങൾ ഉൾപ്പെടെ, അപ്പൊ നമ്മൾ ആദ്യത്തെ 2 അധ്യായത്തിൽ കപ്പലും കടലും കരയും ഇങ്ങനെയൊക്കെയാണ് കാണുന്നതെങ്കിൽ അടുത്ത് കാണുന്നത് ജീവജാലങ്ങൾ എല്ലാവരും അനുദപിക്കാൻ പ്രാർത്ഥിക്കാനും തയ്യാറായി എന്നുള്ളതാണ്. അവരെല്ലാവരും പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളെല്ലാവരും ദുർമാർഗവും. അവരുടെ ഒരു പ്രാർത്ഥന ഭയങ്കരമായ ഒരു പ്രാർത്ഥനയാണ് അവർ നടത്തുന്നത്. 8ാമത്തെ വാക്യത്തിൽ മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തരും താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയുകയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും ആർക്കറിയാം. നമുക്കൊന്ന് നിലവിളിക്കാം, നമുക്കൊന്ന് കരയാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനകളും നിലവിളിയും കേട്ട് നമുക്ക് ഒരു വിടുതൽ നൽകും. ദൈവം അനുദപിച്ച് നമ്മെ രക്ഷയിലേക്ക് നയിക്കും എന്നുള്ള ഉറപ്പോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ അവർ നിലവിളിക്കുകയാണ്. അവർ പ്രാർത്ഥിക്കാനായിട്ട് ഒരു വലിയ ഉണർവ് ഉണ്ടാകുകയാണ്. ഉണർവിന്റെ ഒരു അനുഭവം അവിടെ ഉണ്ടാകുകയാണ്. 10ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാണ് കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയിരുന്നില്ല. ദുർമാർഗത്തിൽ നിന്ന് വിട്ടുതിരിഞ്ഞു. എങ്ങനെ വിട്ടുതിരിഞ്ഞു എന്ന് മനസ്സിലായി? അവരുടെ പ്രവൃത്തികളിലൂടെ. അവരുടെ പ്രവൃത്തികളിലൂടെ അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു എന്ന് തിരിച്ചറിയുകയാണ്. അവിടെ ദൈവം തീരുമാനിക്കുകയാണ്, ഞാൻ അവരെ നശിപ്പിക്കുമെന്നുള്ള അനർത്ഥത്തിൽ നിന്ന് ദൈവം അനുദപിച്ച് പിന്തിരിഞ്ഞ് അവരെ രക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദകരമാകണം. കൈയിന്റെ ജീവിതത്തിലും ഹാബേലിന്റെ ജീവിതത്തിലും ഒക്കെ ആ യാഗത്തെയും ആരാധനയും സ്വീകരിച്ചതിനും സ്വീകരിക്കാത്തതിനും ഒക്കെ കാരണം അവരുടെ പ്രവൃത്തികളാണ്, അവരുടെ ജീവിതമാണ് എന്ന് കാണാം. ദുർമാർഗവും സാഹസവും ദുഷ്ടതയും ഒക്കെ വിട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ അവർ തയ്യാറായപ്പോൾ ദൈവം അനുദപിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. 4ാമത്തെ അധ്യായമാണ് അനുദപിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഇവിടെയാണ് നമ്മുടെ യോന എന്ത് ചെയ്യാണ്? പ്രസംഗിച്ച്. ചിലർക്ക് അങ്ങനെയാണ്, നമ്മൾ എന്ത് പറയും അത് തന്നെ നടക്കണം, അത് തന്നെ നടക്കണം. യോന അതുകൊണ്ട് ഓടുന്നതെല്ലാം പ്രസംഗിച്ചു. 40 ദിവസം കഴിയുമ്പോൾ ഈ നിലവേ നഗരത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. എന്നിട്ട് യോന എന്ത് ചെയ്തു? 4ാം അധ്യായം. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. യോന ഇങ്ങനെ ഒരിടത്ത് നിന്ന് ആ നഗരത്തിൽ നമ്മൾ ഈ താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ അറിയാം, അതിൻ്റെ കിഴക്കുവശത്തിരുന്ന് അവിടെ ഒരു കുടിൽ ഉണ്ടാക്കും. യോന നഗരം വിട്ട് നഗരത്തിന്റെ കിഴക്കുവശത്ത് നിന്ന് നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിന്റെ തണലിൽ പാർത്തു. 5ാം വാക്യം. ദൂരെ ഒരിടത്ത് പോയി നഗരത്തെ കാണാൻ പറ്റുന്നത് ഉയർന്ന സ്ഥലത്ത് നിന്നിട്ട് എങ്ങനെയാണ് ദൈവം ഈ നിനവെ നഗരത്തെ നശിപ്പിക്കാൻ പോകുന്നത് അത് കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ദൈവം ഇങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോഴേ യോനാക്ക് വിഷമമായി. ഇത് തന്നെ ഞാൻ പ്രാർത്ഥിച്ചത്, ഇത് തന്നെ ഞാൻ ചിന്തിച്ചത്, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ തന്നെയല്ലോ, അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ടു പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ഇതാണ് യോനയ്ക്ക് ദൈവത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം. യോനെ ദൈവം അത്ര ഒരു ഭയങ്കര സൗഹൃദമാണെന്ന് നമുക്ക് പലതും ചോദിച്ചത്. കാരണം കപ്പലിൽ വെച്ചത് കപ്പൽ തേരാൻ പോകുന്നു പറയുമ്പോൾ യോന പറയുകയാണ്, ഇത് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാനാണ് ഇതിന് കാരണം. ഇതാണ് യോനയുടെ ബോധ്യം. ഇവിടെ പറയുന്നതാണ്, ഇത് തന്നെയാണ് ഞാൻ തർശീശിലേക്ക് പോയത് ഇങ്ങോട്ട് വരാൻ. കാരണം ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? ദൈവം അനുദപിക്കുന്ന ദൈവമാണ്, കൃപയും കരുണയും ദീർഘക്ഷമയുള്ള ദൈവമാണ്. ഇങ്ങനെയൊക്കെ അവരെ അനുദപിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടു ഇങ്ങോട്ട് പ്രസംഗിക്കാനായിട്ട് വരാത്തത്. പക്ഷെ നമ്മൾ തിരിച്ചറിയാം, എങ്കിലും ചെയ്യേണ്ടുന്ന ദൗത്യം ചെയ്തേ പറ്റൂ. ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് 6ാമത്തെ വാക്യം. യഹോവയായ ദൈവം ഒരു ആവണത്തിനെ കൽപ്പിച്ചുണ്ടാക്കുന്നു. അത് ഒരു രാത്രി കൊണ്ട് വന്നു, അതിന്റെ തണൽ കഴിയുകയാണ്. എന്നിട്ട് ദൈവത്തിയാണ് ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. ആ പുഴു എന്ത് ചെയ്തു? ഈ ചെടിയെ തുറന്നു. ചെടി എന്ത് ചെയ്തു? വെയിൽ വന്നപ്പോൾ ചെടി വാടിപ്പോയി. ഈ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്? വെയിൽ കൊടുക്കും.
കടുത്ത വെയിലേൽക്കുകയാണ്. കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുകയാണ്. ദൈവം തന്നെ ഒരു കിഴക്കൻ കാറ്റ്, അത്യുഷ്ടമുള്ള കിഴക്കൻ കാറ്റ് വരുത്തി ക്ഷീണിച്ച് അവിടെ പറയുന്നത് ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം എന്ന് ചിന്തിച്ചു എന്നുള്ളത് എന്താണ്? ആ പ്രസംഗിച്ച് നടന്നതെന്ന് പറഞ്ഞില്ല. ഇനിയിപ്പോ നഗരം നശിക്കുന്നത് എങ്ങനെ, ഈ മോമ്പിട്ട് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഈ നഗരം നശിക്കുക, അത് കാണാനും പറ്റുന്നില്ല. എല്ലാ പ്രതീക്ഷയും പോയി, പറഞ്ഞാലൊന്നുമില്ല. ഇനി ഇതെല്ലാം പോയിട്ട് തിരിച്ചു പോയണം, തന്റെ പ്രതീക്ഷയും പോയി. അത് പോരാനിട്ട് ഈ കടുത്ത വെയിൽ, ഈ വെയിലും ഈ ആവണൊക്കെ നശിപ്പിച്ചതും ഒക്കെ കാണുമ്പോൾ ആർക്ക് മനസ്സിലാവും? ഇതൊക്കെ യോനയ്ക്ക് മനസ്സിലാവും. ഇതെല്ലാം ദൈവത്തിന്റെ ഓരോ ഇടപെടലുകളാണെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം യോനയ്ക്ക് ദൈവത്തെ കുറിച്ചുണ്ട്. ഇതെല്ലാം എന്നെ പരീക്ഷിക്കുന്നതാണെന്നുള്ള ബോധ്യം എനിക്ക് മരിച്ചാൽ മതി എന്തോ, ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്ന യോന. അപ്പോൾ പിറുപിറുക്കുന്ന ഈ യോനയോട് ദൈവം സംസാരിക്കുകയാണ്. പിറുപിറുക്കുന്ന യോന. പലപ്പോഴും എത്രയെത്ര നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചാലും നമ്മൾ പലപ്പോഴും പിറുപിറുക്കുന്നവരായി മാറുകയാണ്. പിറുപിറുക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ദൈവത്തെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന, നന്ദി അർപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ആയിത്തീരണം എന്നുള്ളത് പ്രധാനമാണ്. പിറുപിറുക്കുന്ന യോന, ആ പിറുപിറുക്കുന്ന യോനയോട് ദൈവം സംസാരിക്കുകയാണ്. ദൈവം പറയുകയാണ്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ? ഇത് ന്യായമാണോ? ഈ ആവണക്ക് നിമിത്തം നീ കോപിക്കുന്നത്? ഈ ആവണക്കിനെ നട്ടത് നീയല്ല, വളർത്തിയത് നീയല്ല. നീ ഈ എന്ത് ചെയ്യാണ്? അങ്ങനെ കോപിക്കുമ്പോൾ ഈ 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അതിന് യഹോവ നീ അധ്വാനിക്കുകയോ നീ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എങ്കിൽ ഇടങ്കയും വലങ്കയും തിരിച്ചറിയുവാൻ കൂടാത്ത 1,20,000 ചുറ്റുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ? ദൈവത്തിന്റെ ചോദ്യതാണ്. ഒരു ദിവസം നീ നടുകയോ നനയ്ക്കുകയോ വളർത്തുകയോ ചെയ്യാത്ത ആവണക്ക് നശിച്ചപ്പോൾ നീ ഇത്രത്തോളം അസ്വസ്ഥനായി നീ കോപിക്കുകയും നീ പിറുപിറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്റെ ജനമായ ഇസ്രായേലല്ല ഇവിടെ വിജാതീയരാണ്, ദൈവത്തെ ആരാധിക്കുന്ന ജനമല്ലായിരുന്നു. പക്ഷേ എന്റെ സൃഷ്ടിയായി ഈ 1,20,000 ചെരുവാനും ജനത്തെയും അവരുടെ മൃഗങ്ങളെയും ഓർത്ത് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് യോനയുടെ ചോദിക്കുകയാണ്. അവിടെ ആ പുസ്തകത്തിലേക്കാണ് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ അത് കഴിഞ്ഞ് യോന എത്രത്തോളം ഒന്ന് നിലവിളിച്ച് കരഞ്ഞ് വിനയപ്പെട്ട് ദൈവസന്നിധിയിൽ തന്നെ വീണ്ടും സമർപ്പിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ. പ്രിയമുള്ളവരെ, ദൈവം അനുദപിക്കുന്ന ദൈവമാണ്. ദീർഘക്ഷമയും കരുണയും കൃപയുമുള്ള ദൈവമാണ്. സാർവത്രിക രക്ഷ നൽകുന്ന ദൈവമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. എപ്പോഴാണോ നമ്മുടെ ദുർമാർഗങ്ങളും സാഹസവും ദുഷ്ടതയും ഒക്കെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ വിനയപ്പെടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും അപേക്ഷിക്കാനും നമ്മൾ തയ്യാറാകുന്നത്, അവിടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തേടിയെത്തും. അവിടെ ദൈവത്തിന്റെ കരുണ നമ്മളെ തേടിയെത്തും. നമ്മെ അനുഗ്രഹിക്കും, നമ്മെ നന്മകൾ ആരംഭിക്കും. അപ്രകാരം ഈ ലോകത്തെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന മഹാമാരികൾ, ഈ പ്രയാസങ്ങൾ ഇതെല്ലാം ഇറ്റലിയിലും അങ്ങും ഒക്കെ 1000, 2000, 10,000, 15,000 കണക്കുകൾ വായിച്ചപ്പോൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ അന്ന് ഇവിടെ 1 രോഗിയും 2 രോഗിയും വന്നപ്പോൾ നമ്മൾ വളരെയധികം ഭയാവില്ലാതെ, ഇന്ന് ആ ഭയപ്പാട് പോലും നഷ്ടപ്പെട്ടതുപോലെ എല്ലാവരും ആയിരിക്കുന്നു. ഇനിയെങ്കിലും നമ്മൾ അനുദപിക്കാൻ, തിരിച്ചു വരാൻ, ദൈവസന്നിധിയിൽ വിനയപ്പെടാൻ, ദൈവസന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉള്ളൂ. കാരണം ദൈവത്തിന് തന്റെ ജനത്തെ ഓർത്ത്, ഈ സൃഷ്ടിയെ ഓർത്ത് ദൈവം അനുദപിക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ ഇന്നുമെന്നും മതിയായവൻ എന്നുള്ള പാട്ട് എല്ലാവർക്കും എഴുന്നേറ്റ് കരങ്ങളടിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം.
കർത്താവെ സ്തോത്രം 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 ചെയ്യുന്നു. കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി തിരുനാമത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തരുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അവിടുന്ന് സഹായിച്ചിരിക്കുന്നുവല്ലോ. യോനായ നിനവയുടെ മനഃശാന്തരത്തിനായി ഉപയോഗിച്ച കർത്താവെ, അവിടുത്തെ വലിയ സ്നേഹത്തെ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ അവിടുന്ന് ബോധ്യപ്പെടുത്തി തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ജനത്തെ ഓർത്ത് അനുദപിക്കുന്ന ദൈവവും, മൃഗജാലങ്ങളെ ഓർത്ത് അനുദപിക്കുന്ന ദൈവവും, സൃഷ്ടിയെ കരുതുന്ന ഒരു ദൈവവും ഞങ്ങളോട് കൂടെയുള്ള ഓർത്ത് സ്തോത്രം. യോന യഹോവയിലുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തെ ആ കപ്പലിന്റെ കർത്താവ് കടലും കവളും ഇളകി നിന്ന ആ സമയത്ത് പ്രഖ്യാപിക്കുവാനായി യോനെ അവിടെ സഹായിച്ചു. യോന ധൈര്യത്തോടുകൂടെ നിലവിൽ പ്രസംഗിക്കുവാനായി അവിടെ അയച്ചു. എങ്കിലും മാനുഷികമായ പരിമിതികളും പിറുപിറുപ്പുകളും ഒക്കെ പലപ്പോഴും ദൈവത്തിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ആയി തീർന്നുവെങ്കിൽ തന്നെയും അവിടുന്ന് ഉപമകളിലൂടെ ദൃഷ്ടാന്തങ്ങളിലൂടെ യോനയോട് ഇടപെട്ട് ദൈവത്തിന്റെ സ്നേഹത്തെ അവിടുന്ന് തന്റെ ജനത്തെ കരുതുന്ന ദൈവമാണെന്ന് അവിടുന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന കൃപയോട് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആ നിലവേ നഗരം മുഴുവനും തങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്ടതകളെയും സാഹസത്തെയും വിട്ട് മാറി ദൈവത്തെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വിനയപ്പെടുവാൻ തയ്യാറായപ്പോൾ അവിടുന്ന് ആ ജനത്തെ സ്നേഹിച്ച് കരുതി അനുഗ്രഹിച്ച കൃപയോട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തോടൊന്ന് മനസ്സറിയണമേ. പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയുടെ ഈ പശ്ചാത്തലത്തിൽ കർത്താവേ, ഞങ്ങളുടെ ദുർമാർഗങ്ങളെ, ഞങ്ങളുടെ ദുഷ്ടതകളെ, ഞങ്ങളുടെ തെറ്റായ തീരുമാനങ്ങളെ, ഞങ്ങളുടെ തെറ്റായ സ്വഭാവങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് വിനയപ്പെടുവാൻ, ദൈവത്തോട് നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്നവനായ കർത്താവിന്റെ അനുഗ്രഹങ്ങളും കൃപകൾക്കായി വിനയപ്പെടുവാൻ പോകണം. കർത്താവെ, അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും അവിടുന്ന് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കുറവുകളെ വീഴ്ചകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ശാപങ്ങളെ അവിടുന്ന് മാറ്റണമേ. പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ. ഈ മഹാമാരിയിൽ നിന്നുള്ള വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തെയും ഞങ്ങളുടെ ജില്ലയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വ്യാപന ശക്തികളിൽ നിന്ന് അവിടുന്ന് വിടുവിക്കണമേ. കർത്താവെ, സൗഖ്യത്തിനായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനത്തോടും അവിടുന്ന് മനസ്സറിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പലവിധമായ ഭാരത്തോടും പ്രയാസത്തോടും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നതാണ്. പീറ്റർ എന്ന പിതാവിനായിട്ടും ശോഭി പീറ്റർ എന്ന മാതാവിനായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്നുള്ള അത്ഭുതകരമായ സൗഖ്യവും വിടുതലും നൽകണമേ. എല്ലാവിധമായ ക്ഷീണങ്ങളിൽ നിന്നും ബലഹീന അവസ്ഥകളിൽ നിന്നും അവിടെ വിടുവിക്കണമേ. അത്ഭുത സൗഖ്യത്തെ അവിടെ നൽകണമേ. കർത്താവ്, ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളിൽ നിന്നും അവിടെ വിടുവിക്കണമേ. ഇപ്പോഴുണ്ടായിരിക്കുന്ന രോഗപ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കന്യാദീക്ഷിക്കുന്ന പ്രിയമകളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, ശരീരത്തിലുള്ള ആ രോഗപ്രയാസങ്ങളിൽ നിന്ന്, ഉള്ളതിന്റെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം പരിപൂർണ സൗഖ്യത്തെ അത്ഭുതകരമായി അവിടുന്ന് വിട്ടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുവിക്കുകയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കമലാബായി എന്ന പ്രിയ മാതാവിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശ്വാസമുട്ടിന്റെ പ്രയാസങ്ങൾ, വാർദ്ധക്യസഹജമായ ക്ഷീണങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ സൗഖ്യവും വിടുതലും പകർന്ന് അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ദീർഘായുസ്സും നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു പലരും കർത്താവ് പലവിധമായ ഭാരത്തോടും പ്രയാസത്തോടും പ്രാർത്ഥനാ വിഷയങ്ങളോടും ആയിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ. എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവയ്ക്കാണ് സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനെയും മഹായിടവയും സഭകളെയും വിശ്വാസികളെ ഓർക്കുന്നു. അഭിനന്ദ തിരുമേനിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ദേശത്തെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ്, ഈ പുതിയ മാസത്തെ അനുഗ്രഹിച്ച് നൽകണം കർത്താവ്. ഞായറാഴ്ചത്തെ വിശുദ്ധ ആരാധനയ്ക്കായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഞങ്ങൾ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി നൽകണമേ. ഞങ്ങളുടെ പ്രത്യാർത്ഥികൾ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിലായിരിക്കുന്ന പ്രിയ കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെല്ലാം ഓർക്കുന്നതാണ്. പ്രത്യേകിച്ച് കർത്താവെ, ആ കുടുംബത്തിനെ ഓർക്കുന്നു. കൊച്ചുമയ്ക്കായിട്ട് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. ദൈവികമായ പ്രത്യാശയിൽ
കർത്താവിന്റെ വരവിൽ ഒരുമിച്ച് കണ്ട് നിത്യ സന്തോഷം അനുഭവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ, അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന വിവിധ നിലകളിൽ കർത്താവ് മാധ്യമങ്ങളിലൂടെ ഒക്കെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മ കൃപ പകരണമേ, അവിടുത്തെ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യവും അനുഗ്രഹവും നന്മകളും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ അവിടുത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ഇരിക്കണമേ. സകലതും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. മാനവ മഹത്വം ഉപേക്ഷയും എല്ലാം അവിടുത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകദൈവത്തിന്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമ്മെല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും അന്ത്യോച്ച എല്ലാ കാര്യങ്ങളോടും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിന് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.